കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. തൃശ്ശൂർ എത്തിട്ട് പ്രാവശ്യം ഞങ്ങളുടെ കാറ് എയർപോർട്ടിലേക്ക് പിന്നെ ഒരു ട്രാൻസ്പോർട്ടിൽ മുക്കി. ഞങ്ങളെ കുറ്റമല്ല, പിന്നെ ട്രാൻസ്പോർട്ടാണ് ബ്രേക്ക് ഇട്ടിട്ടാണ്. പക്ഷെ എന്നാലും അവര് രണ്ട് വണ്ടി പിടിച്ച് നിർത്തല്ലോ. അപ്പൊ പിന്നെ അന്ന് പോലീസൊക്കെ വന്നപ്പോ ഞങ്ങളെ കുറ്റം മനസ്സിലായി, അവർക്ക് മനസ്സിലായി ഞങ്ങൾ ഈ വള്ളവരുടെ ഉള്ളിലായിരുന്നു. മറ്റേ ഇതുണ്ടായിരുന്നു. അപ്പൊ ട്രാൻസ്പോർട്ടിന്റെ ചീത്ത പറഞ്ഞു. എന്നിട്ട് എന്നാ ശരി വണ്ടി കൊണ്ടിട്ടിന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ല പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന്. ഞങ്ങൾ ഡ്രൈവറെയും കൊണ്ട് ചാലക്കുടി ഞങ്ങൾ വേറൊരു കുട്ടീന്റെ കസിനുണ്ട്, അവന്റെ അടുത്ത് കൊണ്ടുപോയിട്ടു. എന്നെ അധികം ഓടിക്കാൻ പറ്റില്ലൊക്കെ പൊട്ടിയില്ലേ. അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം അവന്റെ ഈ ഡ്രൈവർക്കാണൊക്കെ പിന്നെ ഓടിക്കലായിരിക്കും. വേറെ ആളെ നാട്ടിൽ എന്നിട്ട് അവിടെ കൊണ്ടിട്ടു. നോക്കുമ്പോ എന്താ പറയുക, സ്റ്റേഷനിലോട് തിരിടാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഈ കാറും കൊണ്ട് ഞങ്ങൾ പറഞ്ഞ സമയത്ത് എത്തിയിട്ട് സ്റ്റേഷനിൽ എത്തി. 7 മണിക്ക് കാണണം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എത്തിയപ്പോ എന്താ പറയുക, ഞങ്ങൾ വണ്ടി കൊണ്ടിട്ട് തെറ്റാണ് ശരിക്കും. അപ്പൊ മനസ്സിലായിട്ടായിരിക്കും. അപ്പൊ മകളുണ്ട്. അപ്പൊ അവിടെ എന്ത് പറഞ്ഞോ, പിന്നെ ദേവദാസിനെ അറിയോ ചോദിച്ചപ്പോ ദേവദാസിന് കൊരട്ടി പോലീസ് സ്റ്റേഷനാണ്, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അത്ര. അറിയാലോ സാറിന് ഒരു ബന്ധം പറഞ്ഞു. ഞങ്ങൾ ഒരു നാട്ടുകാരനാണ്, നമ്മുടെ സ്റ്റുഡന്റ് ഒക്കെയാണ് പറഞ്ഞു. അപ്പൊ പിന്നെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അറിയാണ്ട് ചെയ്താൽ മനസ്സിലായി, എന്തായാലും വണ്ടി കിട്ടി. അങ്ങനെ ഒരു ഉപകാരമൊക്കെ അവനെ കൊണ്ടുണ്ടായിട്ട്. അത് അങ്ങനെ കുട്ടികൾ വലിയ പോസ്റ്റിലിരുന്ന ഒരു ഗുണമുണ്ട്. അത് നല്ല കുട്ടികളെ ശരിക്കും അത് ഉപകാരം ചെയ്തു തരുന്നുണ്ട്. അങ്ങനെയൊക്കെ ദേവദാസന്റെ പിന്നെ അങ്ങനെ ആലോചിച്ച ഓരോരുത്തർ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അത് പെട്ടെന്ന് ടീച്ചറിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും. 80 86 68 0385. ഈ നമ്പർ വാട്സ്ആപ്പ് നമ്പർ ആണ് അല്ലേ? ഇതിപ്പോ 2 വാട്സ്ആപ്പ് ഫോണിലാണ്. പിന്നെ ഒരു നമ്പർ 94 97 35 34 99. ഇത് കരാവശ്യക്കാർക്കൊക്കെ അറിയണാവും, കണ്ടല്ലോ. ഈ 2 നമ്പറിൽ വിളിച്ചാൽ മതി അല്ലേ ടീച്ചറിനെ വിളിക്കുന്ന സംസാരിക്കണമെങ്കിൽ? അതെ. പിന്നെ ഞാൻ ഡൽഹിക്ക് യാത്രയോടെ പോയിട്ടുണ്ട്. അയ്യോ, അത് നല്ല കാര്യമല്ല. ഹിമാലയൊക്കെ കണ്ടിട്ടുണ്ട്. നേപ്പാള്, ശ്രീലങ്ക പോലെ രാമായണ ബന്ധപ്പെട്ടുണ്ട് ഭക്തസംഘം. ഞങ്ങൾ സംഘം ഉണ്ടാവും. എറണാകുളത്ത് ഒരു ബ്രാഹ്മൺ സംഘമാണ്, നല്ല ടീമാണ്. അപ്പൊ ഹൈദരാബാദ് അലഹബാദിൽ ഇറങ്ങിയപ്പോ ഒരു യാത്രയില് അലഹബാദിൽ ഇറങ്ങിയപ്പോ 2 പട്ടാളക്കാർ കുട്ടികൾ, അത് കാരാവശ്യക്കാര് പട്ടാളത്തായിരുന്നു. അപ്പൊ അതിലത്തെ ഒരു കുട്ടി അവിടെ കൂടെ തൊട്ടന്നെ ഒരു ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു. പോലെ അപ്പറ്റേ വന്നിട്ട് അവരുടെ മകനുണ്ടോന്ന്. അപ്പൊ അവൻ പറഞ്ഞിട്ട് അറിഞ്ഞു ഞാൻ ഇങ്ങനെ വരുന്നുണ്ട് അവിടെ കാണാനായിട്ട്. അതൊക്കെ ഒരു അത്ഭുതമായോ പോകും. ഞാൻ വരുന്നത് കേട്ടപ്പോഴേക്കും അവര് പട്ടാളക്കാര് 2 കുട്ടികൾ പെർമിഷൻ പറ്റിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഒരു നല്ല കുട്ടികളെ പറ്റി കുറെ നല്ല എന്തുണ്ട് ആലോചിച്ച കുട്ടികളൊന്നും ആരും ദ്രോഹമൊന്നും ചെയ്യില്ല. അങ്ങനൊക്കെ അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി. പിന്നെ വൈഷ്ണവിയിൽ തൊഴുകാൻ പോയപ്പോ അവിടെ മണ്ണാർക്കാട്ടുകാർ അത് അറിഞ്ഞിട്ടൊന്നല്ല കേട്ടോ. ഞാൻ ഞങ്ങള് സെറ്റിൽ കുറെ ആൾക്കാർ സെറ്റ് മുണ്ട് എടുക്കും, കുറെ മറ്റേ അമ്മയന്മാർ അവര് സാരിയിൽ എടുക്കും, കുറച്ച് അല്ലാത്തവരുണ്ട് ഈ നായന്മാരൊക്കെ 3-4 ആൾ. അപ്പൊ ഞങ്ങൾ സെറ്റ് മുണ്ട് എടുത്തപ്പോ അവര് ശ്രദ്ധിച്ചു ഇവിടെ. എന്നിട്ട് എന്റെ അടുത്തേക്കായിട്ട് ഓടി വന്നത് എന്തെങ്കിലും കണ്ട ചായ തോന്നിയോ, മണ്ണാർക്കാട്ട് തച്ചുംപാറക്കാരനാണ്. അപ്പൊ ഇവിടുന്ന് വരുന്നത് ചോദിച്ചു. പാലക്കാട് ഇവിടെ ചോദിച്ചോ ലാപ്പിട്ടാ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആദ്യം മണ്ണാർക്കാട് പറഞ്ഞു, പിന്നെ തന്നെ പറഞ്ഞു ചൂരിയോടും അങ്ങനെ എന്തോ തച്ചന്മാരുടെ സൈഡിലൊരു സ്ഥലം പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു എന്താ പറയുക, അയ്യോ തൊഴുകലി കഴിഞ്ഞു വെച്ച് തൊഴുതേ അവൻ എന്നിട്ടല്ലേ വൈഷ്ണവിലൊക്കെ അന്ന് പറയായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഒന്നും തൊഴിക്കായിരുന്നു. ഞങ്ങൾ 3 ആളെ വേണമെങ്കിൽ തൊഴിക്കും, എന്റെ കൂടെ 2 ആളെയും കൂടി. പക്ഷെ ഞങ്ങൾ പിന്നെ ഈ സംഘം 10-60 ആളുടെ. അപ്പൊ ടീച്ചറെ നമ്മുടെ കുട്ടികളോട് ഒരു എന്താണ് ഉപദേശം കൊടുക്കാനുള്ളത് പറയാമോ? കുട്ടികളെ അനുസരണമുള്ളവരാണ്. അച്ഛനും അനുസരിക്കണം, അമ്മയും അനുസരിക്കണം, അധ്യാപകനും തന്നെ. അധ്യാപകന്റെ പേരിൽ കേസ് കൊടുക്കരുത്. അധ്യാപകൻ എന്തിനാ ചെയ്തിട്ടുണ്ടാവും വെച്ചാൽ നമ്മൾ നന്നാവാനാ. ഞങ്ങളുടെയൊക്കെ കാലത്ത് അച്ഛന്റെയും അമ്മയുടെയും അധ്യാപകന്റെ ഒക്കെ വഴക്ക് കേട്ടിട്ടുണ്ട്. അടി അത്ര കൊണ്ടിട്ടില്ല. കാരണം ഞങ്ങൾ അങ്ങനെ ഒരു ഇതല്ലായിരുന്നു കുട്ടികളായിട്ട്. വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല, വീട്ടിൽ നിന്ന് അങ്ങനെ അടി കിട്ടിയില്ല, സ്കൂളിൽ നിന്ന് ഒട്ടും കിട്ടിയിട്ടില്ല. അപ്പൊ പക്ഷെ കുട്ടികളെ പറ്റി അറിയാം, അവരൊക്കെ നന്നാവുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പം അവരൊക്കെ ചെയ്യണത് നമ്മള് നന്നാവാനായി തെറ്റിദ്ധരിച്ച പോലീസ് കേസ് കൊടുക്കുക, അവരുടെ ഒക്കെ കൊടുക്കാച്ച മഹാമോശം തന്നെയാണ്. കാരണം ആ ബന്ധം ശീതലാവണേന്റെ. ഹൃദ്യവും സുഖകരവുമായ ഒരു ഓർമ്മയും കൂടി കാരാർശി സ്കൂളിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അതും കൂടി ഒന്ന് പങ്കുവയ്ക്കാം. ഞാൻ അവിടുന്ന് ട്രാൻസ്ഫറായി പോന്നിട്ട് ഒരു 35 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ 2017
അന്ന് അവിടെ കാരാകുറിച്ചി അയ്യപ്പൻകാവിൽ ഒരു സപ്താഹത്ത് പങ്കുകൊള്ളാൻ വേണ്ടി പോയി. ഈ റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ അങ്ങനെ സപ്താഹവും അങ്ങനെയുള്ള ഭക്തി പ്രസ്ഥാനങ്ങളിലൊക്കെ സജീവമാണ്. അപ്പം അത് കാരണം കാരാകുറിച്ചിയിൽ നിന്ന് ഒരു ക്ഷണം കിട്ടിയപ്പോൾ അവിടെ അയ്യപ്പൻകാവിൽ 7 ദിവസം മുഴുവൻ കേൾക്കണം വേണ്ടിയിട്ട് വേണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് പോയത്. അവിടെ അപ്പം ഞാൻ അവിടേക്ക് ചെല്ലുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പഴയ സഹപ്രവർത്തകൻ രാമമാഷ് പറഞ്ഞു, ബന്ധു വീടുകളിലൊന്നും നിൽക്കണ്ട, എൻ്റെ കൂടെ കൂടാം, നമുക്ക് 7 ദിവസം പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ക്ഷണം സ്വീകരിച്ച് അവിടെ നിന്നിട്ട് അയ്യപ്പൻകാവിലേക്ക് വരികയായിരുന്നു. അടുത്താണ് സ്ഥലം. അവിടെ ചെന്ന് നോക്കുമ്പോൾ വേദിയിലിരിക്കുന്ന ആൾക്കാർ ഒന്ന് ആചാര്യനെ എനിക്കറിയാം. ആചാര്യൻ എന്ന് വെച്ചാൽ ഈ അർത്ഥം പറയുന്ന ആൾ. പിന്നെ കൂടെ വായിക്കുന്ന 2 സ്ത്രീകളെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല, എന്തായാലും എൻ്റെ സ്റ്റുഡൻസ്. അപ്പോൾ ഞാൻ പെൺകുട്ടിയോടെന്ന് പറയാം. അവർ നോക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ചവരെ, സദസ്സ് നോക്കുമ്പോൾ പകുതിയിലധികം പേര് പഴയ സ്റ്റുഡൻസ്. അപ്പോൾ ആകെ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു സന്തോഷമായി. അങ്ങനെ അതിൽ പങ്കെടുക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഈ ന്യൂസ് നാട്ടിൽ ഫ്ലാഷായി, 6-7 ദിവസം ഞാൻ അവിടെ കാരാകുറിച്ചി ഉണ്ടെന്ന്. അപ്പോൾ പഴയ കുട്ടികൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കാണാൻ വരാൻ തുടങ്ങി. ഉച്ചയ്ക്ക് അവിടെ വായനയ്ക്ക് ഒഴിവാണ്, ഇൻ്റർവെലാണ്. അപ്പോൾ അത് കാണാൻ വന്നു. അപ്പോൾ അവർ പറയും ഞാൻ ഇന്ന കൊല്ലം പഠിച്ചതാണ്, പേരൊക്കെ പറയും, പരിചയപ്പെടും, ചില സംഭവമൊക്കെ അനുസ്മരിക്കും. അങ്ങനെ ഒരു രസമായി. മാത്രമല്ല ചില കുട്ടികൾ പറയും, ടീച്ചർ ഞാനങ്ങനെ അമ്പലത്തിലൊന്നും വരാറില്ല, ചിലപ്പോൾ ഓരോ വിശ്വാസിയൊക്കെ നിരീശ്വരവാദിയാവും, ഇനിയിപ്പോൾ പാർട്ടി ലെവലോ അറിയില്ല. അവൻ തുറന്ന് പറയും പലരും, ഞാനങ്ങനെ അമ്പലത്തിലേക്കൊന്നും വരാറില്ല, അതിപ്പോൾ ടീച്ചർ വന്നു എന്ന് അറിഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 ആൾക്കാർ പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം അമ്പല കമ്മിറ്റിക്കാരനെ പറഞ്ഞു, അവർ പറഞ്ഞത് ശരിയാട്ടോ, ഇവർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല, അപ്പോൾ ടീച്ചർ വരുന്നുണ്ടെന്ന് അയ്യപ്പൻകാവിൽ വരാനായിന്ന്. അപ്പോൾ നോക്കുമ്പോൾ ശരി, അവർ വരണില്ല അത്രേ. അപ്പം അങ്ങനെ ഒരു രസമായിട്ടുള്ള അനുഭവം ഉണ്ടായി. അങ്ങനെ കുട്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു ആവശ്യം കൊണ്ട് വരും, നമുക്ക് നമ്മുടെ പഴയ സ്കൂളിലേക്ക് ടീച്ചർക്ക് ഒന്ന് വരണം, ഒന്ന് വരാൻ പറ്റുമോ, നമുക്ക് അവിടേക്ക് ഒന്ന് പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൂടുതൽ അപ്പോൾ വർക്ക് ചെയ്യുന്ന മാഷന്മാരും ഉണ്ടായിരുന്നു അതിൽ ക്ഷണിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനിപ്പോൾ 6 മണിക്ക് എല്ലാം കഴിയും, അപ്പോഴേക്ക് സ്കൂൾ സമയം കഴിയില്ലേ. അപ്പോൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നായി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ 7-ാം ദിവസം ഇത് ഉച്ചയ്ക്ക് കഴിയും, അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് അങ്ങനെ തീരുമാനമായി. അപ്പോൾ സ്കൂളിൽ ചെന്ന് പറഞ്ഞു, ഈ സ്റ്റുഡൻസ് ആയിട്ടുള്ള മാഷന്മാരെന്നെ വന്നിട്ട് വിളിക്കണേ. അപ്പോൾ അത് പ്രകാരം ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴേക്കും 2 മണിയാകുമ്പോഴേക്കും അവർ വണ്ടി കൊണ്ട് വന്നു. അങ്ങനെ സ്കൂളിലെത്തി നോക്കിയപ്പോൾ സ്റ്റാഫിലൊരു 5-8 കുട്ടികളൊക്കെ, 5-8 പേരെ കുട്ടികളെന്നതിൻ്റെ പഴയ ഓർമ്മയിൽ വരും. അവരൊക്കെ ഞാൻ പഠിപ്പിച്ചവരാണ്. സന്തോഷമായി. അവരും തന്നെ വലിയ കാലൊക്കെ തൊട്ട് വന്നിട്ടൊക്കെ വലിയ ആദരവൊക്കെ പ്രകടിപ്പിച്ചു. അങ്ങനെ പറഞ്ഞു, എന്താ ഇവിടെ വിളിച്ചതിൻ്റെ ഉദ്ദേശം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഇപ്പോഴത്തെ കുട്ടികളെ ടീച്ചർ ഒന്ന് അഭിസംബോധന ചെയ്യണം, അതാണ്. അപ്പോൾ അതിനെന്താ ഇപ്പോൾ വഴി, ഇത്രയും ഒന്നായിട്ട് +2 വരെയുള്ള സ്കൂളാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊരു അസംബ്ലി വിളിച്ചു കൂട്ടും, എല്ലാ കുട്ടികളും ഇല്ല, UP-കാരും 8-ാം ക്ലാസ്സുകാരും മാത്രം, മറ്റവർക്ക് ഇനി ഈ 3:30-ക്കൊക്കെ സമയം നഷ്ടപ്പെടണ്ടാച്ചിട്ട്. അങ്ങനെ അവർ പെട്ടെന്ന് അസംബ്ലി വിളിച്ചു കൂട്ടി. ഹെഡ് മാഷ് അസംബ്ലിയിൽ സ്വാഗതം പറയാൻ വേണ്ടി വന്നപ്പോൾ നോക്കുമ്പോൾ ഹെഡ് മാഷും പരിചയപ്പെട്ടപ്പോൾ എന്താ പറയുക, ഞാൻ അങ്ങോട്ട് പോരുന്ന കൊല്ലത്തിലെ 10-ാം ക്ലാസ് ബാച്ചാണ്, അത് പറഞ്ഞിട്ട് തന്നെയാണ് ടീച്ചർ, എൻ്റെ ടീച്ചറാണ്, പേരൊക്കെ പറഞ്ഞു. അപ്പോൾ ഓർമ്മ വന്നു, ലാസ്റ്റ് ഞാൻ പോരുന്ന ആ കൊല്ലത്തെ 10-ാം ക്ലാസ് സ്റ്റുഡൻ്റാണ്. ഞാൻ പറഞ്ഞു, കുട്ടികളോടും പറഞ്ഞിട്ട് എൻ്റെ ടീച്ചറും കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, കുറേ വർഷങ്ങൾ മുമ്പ് നമ്മുടെ സ്കൂളുണ്ടായിരുന്നതാണ്, അപ്പോൾ അന്നത്തെ നമ്മുടെ സ്കൂളിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. മാഷന്മാരും അത് പറഞ്ഞു, സ്കൂളിൻ്റെ പഴയ കാര്യങ്ങളെന്ന് കുട്ടികളോട് പറയുക, അവർക്ക് ഇപ്പോഴത്തെ സൗകര്യങ്ങളൊക്കെ അതിലേ അറിയുന്നു. അപ്പോൾ നല്ല വിഷയമാണ് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, ആദ്യം അക്കാഡമിക് കാര്യങ്ങൾ പറഞ്ഞു. നല്ല റിസൾട്ടായിട്ട് വന്നേ, ഒരു 75 വരെയൊക്കെ കിട്ടിയിരുന്നു. 65-75ൻ്റെ ഉള്ളിൽ എപ്പോഴും റിസൾട്ട് ഉണ്ടാവില്ല ആദ്യ കാലത്തൊക്കെ. അപ്പോൾ തൊട്ട് ഞാൻ പോരുന്ന കൊല്ലത്ത് എനിക്ക് ഓർമ്മയുണ്ട് 69%. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് നല്ല സ്കൂള്, നല്ല പഠിത്തമായിട്ട് നമുക്കൊക്കെ നിങ്ങളുടെ ഏട്ടന്മാരൊക്കെ കണ്ട് പഠിക്കുമ്പോൾ നല്ല റിസൾട്ടായിരുന്നു, 69%. പെട്ടെന്ന് എനിക്ക് തോന്നി 69% എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊരു വലിയ റിസൾട്ടാണ്, മനസ്സിലാവില്ല. അപ്പോൾ ഈ 100% അല്ല, കുറേ സ്കൂളിന് അല്ലേ ഫുൾ A+ ഇതിൻ്റെയൊക്കെ പരസ്യങ്ങൾ കാണുമ്പോൾ അന്ന് 69% ഉണ്ടായുള്ളൂ അങ്ങനെ തോന്നുക. അപ്പോൾ ഞാൻ വേഗം വ്യക്തമാക്കിയ കാര്യം, നിങ്ങളിപ്പോഴത്തെ 10-ാം ക്ലാസ് പരീക്ഷ പോലെ അല്ലാട്ടോ, അന്ന് ഓരോ സബ്ജക്റ്റിലും സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് കിട്ടണം, ശരിക്കും പഠിച്ച് എഴുതി അത് നേരെയുള്ള വാല്യുവേഷൻ ഉണ്ടാകും, അത് കഴിഞ്ഞ് കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിജയം നിശ്ചയിക്കുക. അങ്ങനെ എല്ലാ സബ്ജക്റ്റിലും പാസ്സായിട്ടുള്ള അവരെ കണക്കെടുത്തിട്ട് തന്നെ 69%. പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് സ്കൂള്, അത് നാട്ടിൽ പുറത്ത് നല്ല കുഗ്രാമം തന്നെ അന്നൊക്കെ കാരാകുറിച്ചി, നല്ലോണം ബസ്സും കൂടി ഇല്ല.
വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഗ്രാമപ്രദേശത്തെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ കുറേ പരാധീനതകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ അത്രയൊന്നും ഫണ്ടൊന്നും ഇല്ലായിരുന്നു. ഈ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒക്കെ വാടക കെട്ടിടങ്ങൾ, പീഡിയ മുറികളൊക്കെ ക്ലാസ്സൊക്കെ ആയിരുന്നു. അങ്ങനത്തെ സാഹചര്യത്തിൽ പോയി കുട്ടികളോട് ഇങ്ങനെ 69% കിട്ടി എന്ന് അവർ ബോധ്യപ്പെടുത്തി. പിന്നെ ഒന്ന് കലാകായിക രംഗത്തുള്ളതാണ്. അത് സ്പോർട്സിൻ്റെ കാര്യം എന്നാൽ വളരെ ശ്രദ്ധേയായിരുന്നു. നല്ലൊരു പി ടി മാഷ എൻമിജി പറയും. അദ്ദേഹത്തിൻ്റെ കാലത്ത് എന്താ കുട്ടികൾ കളിക്കാൻ പോയാൽ കപ്പോ ഷീൽഡും കൊണ്ടേ വരും. അങ്ങനെ ഒരു പ്രശസ്തിയായിരുന്നു. കാരാകുറിശി ടീമുണ്ടോ ചോദിച്ചാൽ മറ്റേ സ്കൂളുകാർക്ക് ഒരു ഭയം ഉണ്ടാവുന്ന പോലെ ആയിരുന്നു. അത്ര ഉറപ്പാണ് നമുക്ക് കപ്പ് കിട്ടുന്നുള്ളത്. അങ്ങനെ ഗെയിംസിലും സ്പോർട്സിലൊക്കെ വളരെ പ്രശസ്തിയായിരിക്കണം. അതിലത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ ആ കാലത്ത് മാഷ് സ്കൂൾ ലെവലിൽ അല്ലാണ്ട് ഉള്ള മത്സരങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കും. ഇപ്പോൾ ഉദാഹരണം ഈ കൊക്കോ അസോസിയേഷൻ, പാലക്കാട് ജില്ലാ കൊക്കോ അസോസിയേഷൻ അങ്ങനെ ഉണ്ടാവും. വോളിബോൾ അസോസിയേഷൻ, അതൊക്കെ പൊതു ക്ലബ്ബുകളാണ്. അപ്പോൾ അതിൽ മെമ്പർഷിപ്പ് എടുക്കുക. എന്തിനാന്ന് വെച്ചാൽ എന്നാൽ ഈ കുട്ടികളെ അതിൽ പങ്കെടുപ്പിക്കാം. അപ്പോൾ അതിലാണെങ്കിൽ ക്ലബിലെ അംഗങ്ങൾ കളിക്കാൻ വരും. പിന്നെ കോളേജ് കുട്ടികൾക്കൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ പൊതു ഇതാവുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ കൂടെ കളിച്ചിട്ട് കുട്ടികൾക്ക് ഒരു പരിശീലനം കിട്ടുമല്ലോ എന്നാണ് മാഷയുടെ ഉദ്ദേശം. അങ്ങനെ ഒരു പങ്കെടുക്കാറുണ്ട്. പലപ്പോഴും നല്ല പ്രശസ്ത വിജയം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം പെൺകുട്ടികളുടെ വോളിബോൾ ടീമും കൊണ്ടാണ് വോളിബോൾ അസോസിയേഷൻ്റെ പരിപാടിക്ക് പോയി. അത് ജയിച്ചിട്ട് അവർ ഫൈനലിലെത്തിയപ്പോൾ എതിർ പാർട്ടി മേഴ്സി കോളേജായിരുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമുക്ക് ഈ മേഴ്സി കോളേജിനോട് മത്സരിച്ച് ഈ ഹൈസ്കൂൾ കുട്ടികൾ ജയിക്കുന്നുള്ളത്. മാത്രമല്ല മേഴ്സി കോളേജിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവർ നല്ല ശ്രദ്ധ, കോൺവെൻറ്റുകൾ പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാറ്റിലും അവർ വളരെ കോച്ചിനെയൊക്കെ വെച്ച് പഠിപ്പിച്ച് അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നുമില്ല. എന്നാലും കോളേജ് കുട്ടികളോട് കളിച്ചിട്ടല്ലേ തോറ്റെന്നുള്ളൊരു അഭിമാനം ഉണ്ടല്ലോ. അത്രയാണ് അന്നത്തെ ടീമും മാഷും ഒക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ കളി കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ സ്കൂളുകാരുടെ 1ാം സ്ഥാനത്തെത്തി. അപ്പോൾ അന്നത്തെ കലക്ടർ ബാബു പോൾ വളരെ നല്ലൊരു എഴുത്തുകാരനും പ്രാസംഗികനും സഹൃദയനും ഒക്കെ ആയിരുന്നു. അദ്ദേഹം നീറ്റ് നിന്നൊക്കെ കൈയടിച്ചു എന്നാണ് കുട്ടികൾ പറഞ്ഞിരുന്നത്. ഇന്ന് മാത്രമല്ല, കുട്ടികളെ പ്രത്യേകം അഭിനന്ദിച്ചു. കോളേജ് ടീമിനോട് കളിച്ചിട്ട് ഹൈസ്കൂളുകാർ 1ാം സ്ഥാനം മേടിച്ചാലോ എന്ന് അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു നല്ലൊരു അനുഭവം സ്കൂളിൻ്റെ ചരിത്രത്തിലുണ്ടായി. കുട്ടികൾ അത്യാഹ്ലാദത്തിലാണ്. ഷീൽഡിൻ്റെ മാത്രമല്ല, അങ്ങനെ കലക്ടറെ അവരെ അഭിനന്ദിച്ചതും കൂടെ നിന്ന് ഫോട്ടോ എടുത്തതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ സ്കൂളിൽ വന്നൊക്കെ എല്ലാവരോടും പറഞ്ഞു. ഇന്നത്തെ പോലെ വാട്സപ്പും സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഫോട്ടോസൊന്നും ആയിട്ട് കിട്ടിയിട്ട് ഞങ്ങൾ കണ്ടിട്ടുമില്ല. എന്തായാലും അങ്ങനെ ഒരു പ്രശസ്ത വിജയം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ കുട്ടികളോട് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളോടിപ്പോൾ ഇതിപ്പോൾ പറയാൻ കാരണം പണ്ട് 35 കൊല്ലം മുമ്പ് നമ്മുടെ സ്കൂളിന് ഇങ്ങനെ ഒരു പ്രശസ്തി ഉണ്ടായിരുന്നു. പഠിത്തത്തിൻ്റെ അക്കാഡമിക് ലെവലിലും കലാകായിക രംഗത്തൊക്കെ നമ്മൾ പ്രശസ്തരായിരുന്നു. ആ ലെവലിലേക്ക് നിങ്ങൾ വീണ്ടും സ്കൂളിനെ എത്തിക്കണം. അതാവണം നിങ്ങളുടെ ഇവിടെ പഠിക്കുമ്പോഴത്തെ ലക്ഷ്യം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പഴയ ചരിത്രമൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു പ്രോത്സാഹനം കൊടുത്തു. അത് കഴിഞ്ഞ് സ്റ്റാഫിൽ വന്നപ്പോൾ മാഷന്മാർ കുറച്ച് എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവരോടും പറഞ്ഞു നിങ്ങളുടെ ഈ പരിപാടി നന്നായി, എന്തായാലും പഴയ കാര്യം കുട്ടികൾക്കൊക്കെ ഒന്ന് അറിഞ്ഞു കിട്ടുമല്ലോ എന്ന്. അപ്പോൾ ഞാൻ പലപ്പോഴും പിന്നീട് ആലോചിക്കാറുണ്ട്, ഈ ട്രാൻസ്ഫറായി പോന്നിട്ട് 35 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും ആ സ്കൂളിൽ ഒരു അസംബ്ലി അഭിസംബോധന ചെയ്യാൻ ഒരു അവസരം കിട്ടത്തെ ഒരു മഹാഭാഗ്യം. പ്രത്യേകിച്ച് ഇപ്പോൾ ആളൊരു മന്ത്രിയായി വിചാരിക്കും. അവിടുന്ന് ട്രാൻസ്ഫറായി പോയി പിന്നെ റിട്ടയർ ചെയ്ത് രാഷ്ട്രീയത്തിലൊക്കെ പോയി ഒരു മന്ത്രി അയച്ചാൽ ചിലപ്പോൾ വിളിക്കും. കാരണം പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മാഷല്ലേ പറഞ്ഞിട്ട്. ഇനി ഇല്ലെങ്കിൽ അതുപോലെ വലിയൊരു സ്ഥാനത്ത് ഇരുന്നു, അല്ല IPS അങ്ങനെയൊക്കെ വെച്ചാൽ അങ്ങനെയാണ് ഇവിടുന്ന് പോയൊരു മാഷ് പിന്നീട് വന്നു വെച്ചാൽ അതൊക്കെ അങ്ങനെയുള്ളവരെ വിളിക്കും, ഈ VIPസിനെ. അല്ലാണ്ട് വെറും സാധാരണ മാഷായിട്ട് അവിടെ നിന്ന് മാഷായിട്ട് റിട്ടയർ ചെയ്തു അങ്ങനെയുള്ള ആരെ വീണ്ടും വിളിച്ച് ഒരു അസംബ്ലി വിളിച്ചു കൂട്ടിയിട്ട് ആ കുട്ടികളോട് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു അപൂർവ ഭാഗ്യം തന്നെയാണ്. അത് ഞാൻ ഇടയ്ക്ക് ആ സുഖകരമായിട്ടുള്ള ഓർമ്മ ചിലപ്പോൾ തന്നെ ഓർക്കാറുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ ശ്രോതാക്കളായിട്ട് പങ്കുവെക്കണമെന്ന് മാത്രം. പോയ ബാല്യത്തിന്റെ ഓർമ്മതൻ സൗരഭം മായാതെ നിൽപ്പുണ്ടൻ ആത്മാവിരിന്നും. അമ്മ വാത്സല്യത്തിൻ കണ്ണീരിൻ നനവും അച്ഛന്റെ കരുതലിൻ സ്നേഹനിലാവും എത്രയോ കാലത്തിനിപ്പുറവും വന്നു തൊട്ടു വിളിക്കുന്നുണ്ടാർദ്രമായിന്നും. പോയ ബാല്യത്തിന്റെ ഓർമ്മതൻ സൗരഭം മായാതെ നിൽപ്പുണ്ടൻ ആത്മാവിരിന്നും. അമ്മ വാത്സല്യത്തിൻ കണ്ണീരിൻ നനവും അച്ഛന്റെ കരുതലിൻ സ്നേഹനിലാവും എത്രയോ കാലത്തിനി
പുറവും വന്നു തൊട്ടു വിളിക്കുന്നുണ്ടാർദ്രമായിന്നും.